ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെ സമാപിച്ചു, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തു, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നിഫ്റ്റി എങ്ങനെയാണ് ക്ലോസ് ആയിരിക്കുന്നത് വെച്ചാൽ ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്, ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയിട്ടുണ്ട്, പിന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് സൈഡ് വേസിലാണെന്ന് പോയത്. ബാങ്ക് നിഫ്റ്റി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല ഒരു സ്ട്രോങ്ങർ ആയി എന്ന് പറയാം. സെൻസസ് 228 പോയിന്റ്സ് കൂടിയിട്ടുണ്ട്. നിഫ്റ്റി 21,900. സ്മോൾ ക്യാപ്പ് നല്ല ഗെയിൻ ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി 46,218. ഓക്കെ, സോ 21,950 എബവ് ക്ലോസ് ആകുകയാണെങ്കിൽ നല്ലൊരു അപ് ട്രെൻഡ് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ 900 ബിലോ ആണെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് കാണും. ഓക്കെ, സോ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്, ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. സോ നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി നെക്സ്റ്റ് അടുത്ത മൂവ് എങ്ങനെയാണെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് സാധിക്കില്ല. ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ തന്നെയാണ്. സോ ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ബിഗ്ഗസ്റ്റ് ലൂസർ ആക്സിസ് ബാങ്ക്. നല്ല പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി PSU ബാങ്ക്, വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി FMCG സെക്ടറുമാവും. സോ ലാസ്റ്റ് വീക്കിൽ നമ്മൾ സ്റ്റോക്ക് ഏതൊക്കെയാണെന്ന് നോക്കുന്നതിന് മുന്നേ ടോപ്പ് ഗെയിനേഴ്സിൽ ഏതൊക്കെ സ്റ്റോക്കിലാണ് വന്നതെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് എടുത്തു പറയേണ്ട സ്റ്റോക്കാണ് ഈ ഒരു മാംഗ്ലൂർ റഫിനറീസ് ആൻഡ് പെട്രോ കെമിക്കൽസ്. 20% ഇന്ന് തന്നെ കയറിയിട്ടുണ്ട്, നല്ലൊരു സ്റ്റോക്കാണ്. അതുപോലെ ഗുജറാത്ത് പിപ്പാവറ്റ് പോർട്ട് 9.89%. നെക്സ്റ്റ് 200 ആയിരിക്കും ടാർഗറ്റ് വരുന്നത്. അതുപോലെ AG's ലോജിസ്റ്റിക്സ്, ഓക്കെ, 8.89%. നെക്സ്റ്റ് 480 ആ ഒരു റേഞ്ചിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, 430 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 440, 450 ആ ഒരു, ദെൻ 480 ലോങ് ടേം ടാർഗറ്റ്. MTAR ടെക്നോളജീസ്, ഓക്കെ, 1872, 7.27% ഉയർന്നിട്ടുണ്ട്. 1900 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 2000 വരെയൊക്കെ പോകാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ഓക്കെ, അപ്പോൾ ഇതല്ലാതെ കുറേ സ്റ്റോക്കിൽ ടോപ്പ് ലൂസേഴ്സ് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ബട്ട് ഈ സ്റ്റോക്കുകളൊക്കെ എന്ത് ചെയ്യുക, ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ വാച്ച് ലിസ്റ്റിലിട്ട് ആഡ് ചെയ്യേണ്ട സ്റ്റോക്കിലാണ്. പിന്നെ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മിക്ക സ്റ്റോക്കുകളും എന്താ എൻട്രി ഇന്ന് കിട്ടിയിട്ടില്ല. സോ ഹോൾഡ് ചെയ്യാം. തീർച്ചയായിട്ടും ഇനി മുകളിൽ കയറാനുള്ള സാധ്യതയുണ്ട്. കാരണം 2 weeks to 1 month ആണ് ടൈം ഫ്രെയിം. സോ ഇപ്പോൾ ആ ഒരു സ്റ്റോക്ക് ഡൗണിലാണെന്ന് നോക്കേണ്ട, തീർച്ചയായിട്ടും ആ സ്റ്റോക്കുകൾ മുകളിൽ വരുന്നതായിരിക്കും. സോ ഫസ്റ്റ് വരുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, നല്ലൊരു സ്റ്റോക്കാണ്, ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്, സീറോ ഡെപ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. സോ ഈ സ്റ്റോക്ക് ഇപ്പോൾ 3023 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 4000 വരെ പോകാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. സോ ഹോൾഡ് ചെയ്യുക, തീർച്ചയായിട്ടും കയറും. ദെൻ ടാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇന്ന് വലിയ എൻട്രി ഒന്നും കിട്ടിയില്ല. 1754 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1800, 1850 ആ ഒരു റേഞ്ചാണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഹോൾഡ് ചെയ്യുക, തീർച്ചയായിട്ടും മുകളിൽ വരും. ലക്സ് ഇൻഡസ്ട്രീസ് നോ എൻട്രി. അതുപോലെ EPL ലിമിറ്റഡും വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ല, 193. സോ 195 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 230 ആ ഒരു റേഞ്ച് വരുന്നതായിരിക്കും. ദെൻ കാർബോറൻഡം യൂണിവേഴ്സൽ, അതും ഇന്ന് വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ല. 1108 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1115 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1120, 1200 ആ ഒരു റേഞ്ചിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നേ ഒരു ഡിസ്ക്ലൈമർ ആവർത്തിക്കുന്നു. ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. സോ നിങ്ങളും കൂടി എന്ത് ചെയ്യുക, സ്റ്റോക്കുകൾ നല്ല അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ടെക്നിക്കലായിട്ടും അതുപോലെ ഫിനാൻഷ്യലായിട്ട് എങ്ങനെയാണ്, പിന്നെ വാല്യുവേഷൻ കൊള്ളാമോ, സ്റ്റോക്കിന് പോസിറ്റീവ് സെക്ടർ വൈസ് പോസിറ്റീവ് ന്യൂസ് ഉണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ പറയുന്നത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്, ബേസ്ഡ് ഓൺ മാർക്കറ്റ് ഡയറക്ഷൻ. ഓക്കെ, മാർക്കറ്റ് താഴേക്ക് പോയാൽ ഈ സ്റ്റോക്കിൽ താഴേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ബട്ട് 2 weeks to 1 month ആണ് ടൈം ഫ്രെയിം പറയുന്നതുകൊണ്ട് ആ സ്റ്റോക്കുകൾ താഴേക്ക് പോയാലും ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ തീർച്ചയായിട്ടും ടാർഗറ്റ് എത്തുന്നതായിരിക്കും. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്കിലാണ് ഇന്ന് നമുക്ക് നല്ല ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ളതെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പോളിക്യാബ് ഇന്ത്യ.
സോ 4565 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 5341 വരെ പോകാൻ 17% വരെ ഉയരാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ദെൻ സെക്കൻഡ് സ്റ്റോക്ക് ഇർക്കോൺ ഇൻ്റർനാഷണൽ. പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. 232 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 300 വരെ പോകാൻ സാധ്യതയുണ്ട്. 30% ഉയരാൻ സാധ്യതയുണ്ട്. പോയിന്റ്സ് വെച്ച് നോക്കുമ്പോൾ 70 പോയിന്റ്സ് ഈ ഒരു സ്റ്റോക്കിൽ കിട്ടും. നല്ലൊരു സ്റ്റോക്കാണ്. അതുപോലെ സ്റ്റെർലൈറ്റ് ടെക് 138 റുപ്പീസ്. സോ ഇതൊക്കെ 200 റുപ്പീസിന് താഴെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റോക്കുകളാണ്. സോ 138 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ 142 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 180 വരെ പോകാൻ സാധ്യതയുണ്ട്. 27% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ NOCL ഒരു റെക്റ്റാങ്കിൾ ബോക്സ് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. സോ 284 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഗ്രോത്ത് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. 300 ആ ഒരു റേഞ്ച് വരെ പോകും. സോ 19 to 20% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. ദെൻ എംഫസിസ് 2709 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ 2757 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 3200 വരെ പോകാൻ സാധ്യതയുണ്ട്. അത്ര നല്ലൊരു സ്റ്റോക്കാണ്. സോ 16% വരെ ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നെറ്റ്വർക്ക് 18. ഓക്കെ, 113 റുപ്പീസ്. അഗെയിൻ ഇതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റോക്കാണ്. 150 റുപ്പീസിന് താഴെയുള്ള സ്റ്റോക്കാണ്. ബട്ട് ഈ ഒരു സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നോക്കുന്നുണ്ടോ, നെഗറ്റീവ് ആണ്. അപ്പോൾ വാല്യുവേഷൻ ബേസ് ചെയ്തിട്ടല്ല ഞാൻ ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്, പ്യൂർലി ടെക്നിക്കൽ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ഈ സ്റ്റോക്ക് 114 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 150 വരെ പോകാൻ സാധ്യതയുണ്ട്. 30% വരെ ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കിൽ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് ഫോക്കസ് ചെയ്യാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം അത് മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആയിരിക്കും. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ അതുപോലെ കോൾസുകൾ ടെലഗ്രാമിൽ നൽകുന്നുണ്ട്. ലൈവ് കോൾസ് ആണ്. അപ്പോൾ അത് ഇൻട്രാഡേ കോൾസ്, ഓപ്ഷൻസ് എല്ലാത്തിൻ്റെയും കോൾസ് ഉണ്ട്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, ക്രൂഡ് ഓയിൽ, അതുപോലെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസ് പറഞ്ഞിട്ട് ഒരു 50 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി ഷെയർ ചെയ്തിട്ടുണ്ട്. അതും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് ഒക്കെ എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.